ഇസ്രയേലി കപ്പലിലുള്ളവരെ തടഞ്ഞു വെച്ചിട്ടില്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി ഇറാജ് എലാഹി അറിയിച്ചു. മോശം കാലാവസ്ഥ കാരണം കപ്പൽ തീരത്തടുപ്പിക്കാനോ കപ്പലിനടുത്തേക്ക് ബോട്ട് അയക്കാനോ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രശ്നം. കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ യാത്ര സാധ്യമാകുമെന്നും ഇറാജ് എലാഹി പറഞ്ഞു. ഇന്ത്യക്കാരെ കാണാൻ ഇന്ത്യൻ സംഘത്തിന് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. 4 മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ മലയാളിയുടെ കുടുംബത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു സുരേഷ് ഗോപി. കോട്ടയം കൊടുങ്ങൂർ സ്വദേശി ആൺ ടെസ ജോസഫിന്റെ കുടുംബാംഗങ്ങളെയാണ് സുരേഷ് ഗോപി വിളിച്ചത്. BJP വാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത്. വിദേശകാര്യ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടെന്നും എല്ലാ ഇന്ത്യക്കാരുടെയും മോചനം ഉടനുണ്ടാകുമെന്നും സുരേഷ് ഗോപി കുടുംബാംഗങ്ങളോട് പറഞ്ഞു. ഈ ആൺ ടെസ ജോസഫിന്റെ പിതാവ് ബിജു, ഭാര്യ ബീന എന്നിവരെയാണ് ഇന്ന് രാവിലെ സുരേഷ് ഗോപി ഫോണിൽ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. BJPയുടെ അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഹരികുമാറിന്റെ ഫോണിൽ വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ഈ ബിജു പല പരാതിയും ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ആദ്യം കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ കത്തിൽ ഈ ആൺ ടെസയുടെ പേരുണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. വേണ്ട തരത്തിൽ ഷിപ്പിംഗ് കമ്പനി മാത്രമാണ് ഇടപെടുന്നത് എന്ന പരാതിയും ഉന്നയിച്ചിരുന്നു. BJPയുടെ മധ്യമേഖലാ അധ്യക്ഷൻ N ഹരി ഈ വിഷയം സുരേഷ് ഗോപിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടിയാണ് സുരേഷ് ഗോപി ഈ കുടുംബത്തെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈ വിഷയത്തിൽ വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പരിധിവരെ വലിയൊരു ആശ്വാസമാകുന്നു കുടുംബത്തിന് ഈ ഫോൺ വിളി എന്നുള്ളതാണ് അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ വിവിധ തരത്തിലുള്ള ഇടപെടൽ ഇതിപ്പോൾ നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യം നടത്തിയ കപ്പൽ പിടിച്ചെടുക്കുന്ന നടപടി ആയതുകൊണ്ട് തന്നെ ഈ കുടുംബം ഒരല്പം ആശ്വാസത്തിലാണ്. അതായത് കപ്പൽ കൊള്ളക്കാരൊന്നും അല്ലല്ലോ എന്നൊരു ആശ്വാസം ആ കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. വൈകാതെ മകൾ നാട്ടിലെത്തുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ഇവർ തൃശ്ശൂർ സ്വദേശികളാണ്. ഈ ആൺ ടെസയുടെ സഹോദരിയുടെ ജോലി ആവശ്യത്തിനാണ് കൊടുങ്ങൂരിൽ വന്ന് താമസിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഇവർ കൊടുങ്ങൂരിൽ എത്തിയത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഇടപെടലിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഈ കുടുംബമുള്ളത്.